നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് നീ തന്നെയാ. എന്നിട്ട് കുടിക്കുന്നു, കുടിക്കാതിരിക്കാൻ പറ്റില്ല പോലും. കുടിച്ച് നശിക്കുന്നു, എന്നിട്ട് പഴി മറ്റുള്ളവർക്കും. നിനക്ക് എന്താ സാമാന്യ ബോധമില്ലേ? അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എനിക്കൊന്ന് ഉറങ്ങണോന്ന്. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എനിക്ക് എല്ലാം മറന്ന് സമാധാനത്തോടൊന്ന് ഉറങ്ങണം. അമ്മയുടെ പാടുവോക്കി പോവാൻ നോക്കും. അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നൊരു കാര്യം ചെയ്യും, ആ ശിവാനിയുടെ ശല്യം എന്നേക്കുമായിട്ട് ഒഴിവാക്കി തരാനുള്ളൊരു വഴി പറഞ്ഞതാ. പറ്റുമോ അമ്മയ്ക്ക്? പറ്റുമോ? പറ്റത്തില്ല. ആരെങ്കിലും അങ്ങനെ ഒരു വഴി എനിക്ക് കണ്ടുപിടിച്ച് തന്നാ അവരുടെ പാദസേവ ചെയ്യും. ഞാൻ അടിമയായിട്ട് ജീവിക്കും. ഞാൻ അതുവരെ സോറി, എനിക്ക് കുടിച്ചേ പറ്റൂ. ഞാൻ കുടിക്കും, ഡെഫിനറ്റായിട്ട് കുടിക്കും. അതിനി ആരെ കൊണ്ടും തടയാൻ പറ്റത്തില്ല. അമ്മ ചെന്ന് അടുക്കളപ്പണി, ഞാൻ എൻ്റെ പണി നോക്കിക്കോണം. പൊട്ടിച്ച് നാശിപ്പിച്ച് ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? പെട്ടിയുടെ മുന്നിൽ വെച്ച് മദ്യക്കുപ്പി പൊടിച്ചു കുടിക്കാൻ നിനക്ക് നാണാവുന്നില്ലടാ. നീ എന്റെ വയറ്റി പറഞ്ഞ ഞാനോടാ. നോക്കൂ പ്രണവേ, ഇനി സത്യം ചെയ്യിക്കലൊന്നുമില്ല. സത്യം ചെയ്യാൻ പോകുന്നതേ ഞാനാ. മേലിൽ നീ മദ്യം കൈകൊണ്ട് തൊട്ട പിന്നെ നീ എന്റെ ജീവനോട് കാണില്ല. ഓർത്തോ? ഇനിയിപ്പോ കുപ്പി വാങ്ങിക്കാൻ പോണല്ലോ. ഇതെന്തൊരു കഷ്ടം ഇത്. എന്റെ സുഖവും സൗകര്യവും ഒക്കെ നോക്കാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു കാലത്തും എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഓരോ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നിറം മാറുന്ന ഓന്തിന്റെ സ്വഭാവമുള്ള നിന്നെ ഇനി ഒരിക്കലും വിളിക്കരുതെന്ന് കരുതിയതാ ഞാൻ. ആന്റി, എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? പോലീസ് സ്റ്റേഷനിൽ നീ കളിച്ച കളിയുണ്ടല്ലോ, അതെന്റെ എല്ലാ പ്രതീക്ഷകളെയാണ് തകർത്തു കളഞ്ഞത്. എത്ര നിസ്സാരമായിട്ടാ നീ നിധിയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടുകളഞ്ഞത്. എല്ലാം നിന്റെ അഭിനയമാണെന്ന് എനിക്കറിയാം. അതറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ ആന്റി എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഇങ്ങനെ നിധിയുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം നേടിയെടുക്കണം, എന്നിട്ട് ഈശ്വരമംഗലത്തേക്ക് തിരികെ വരണം. അതാണ് എന്റെ ലക്ഷ്യം. നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. കാരണം ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം മാർഗം ശരിയായിരിക്കണം. നിധിയുടെ മനസ്സിൽ ഒരിടം നേടിയിട്ട് ഈശ്വരമംഗലത്തിലേക്ക് നീ മടങ്ങി വരുമ്പോഴേക്കും നിനക്ക് ഏകദേശം 10-60 വയസ്സെങ്കിലും ആവും. ആന്റി, എന്തിനെങ്ങനെ നെഗറ്റീവ് പറയുന്നേ? നീ പോസിറ്റീവായിട്ട് ചിന്തിക്കാത്തതുകൊണ്ട്. ആരൊക്കെ ഈ വീട്ടിൽ നിന്നെ വിശ്വസിച്ചാലും നിന്നെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാത്ത ഒരാളുണ്ട്. അതാണ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പ്രണവ്. അവന്റെ സമ്മതമില്ലാതെ നിനക്ക് ഈ വീട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ശിവാനി? നടക്കില്ല ശിവാനി. ആന്റി, എന്റെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഞാനാണെങ്കി ഇപ്പൊ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ നടക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തില്. ഓ, കാലൊക്കെ ശരിയായോ? കൊള്ളാലോ. ഇനിയിപ്പോ വേറെ ഒന്നും വേണ്ടല്ലോ. ഇടി മരമണ്ടി, നീ ഇവിടെ നടക്കുന്നത് വല്ലോ അറിയുന്നുണ്ടോ? നിന്നെ എങ്ങനെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണവ് വീണ്ടും മദ്യപാനം തുടങ്ങിയിരിക്കുക. ആഹാ, അതൊരു സന്തോഷ വാർത്തയാണല്ലോ. സൂപ്പർ, അതെന്തായാലും നന്നായി. അത് നന്നായെന്ന് തോന്നിയെങ്കിൽ ആ അവസരം നീ മുതലെടുക്കാൻ നോക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആന്റി പറയുന്നത്? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഉഗ്രൻ ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ആന്റി ആ ഐഡിയ? അവന്റെ ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ടപ്പോ
എന്റെ മനസ്സിൽ തോന്നിയതാ. അത് സക്സസ് ആയാൽ നീ ഈശ്വരമംഗലത്തിലേക്ക്